നമസ്കാരം. കഥ അയാൾ. രചന അജിത് കല്ലൻ. കഥാവായന നയന. വൈകുന്നേരമായി കാണും. നരേന്ദ്രനെ കൂരാച്ചുണ്ട് ബസ് സ്റ്റോപ്പിൽ ഇറക്കി ബസ് പൊടിപടലങ്ങൾ പറത്തി മുന്നോട്ടു പോയി. ബസ് ഷെൽട്ടറിൽ വയസ്സായ കുറച്ചു പേർ ഒന്നും മിണ്ടാതെ എങ്ങോട്ടൊക്കെയോ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നരേന്ദ്രൻ ചുറ്റുപാടുമൊന്ന് നോക്കി. 2-3 പീടികകൾ കാണാം. കുറച്ചു ദൂരെയായി ഒരു കള്ളുഷാപ്പും. വന്ന ഉദ്ദേശം ബസ് ഷെൽട്ടറിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു. ഞാൻ പട്ടാളം ബാലനെ അന്വേഷിച്ചു വന്നതാ. അയാളുടെ വീട് ഈ ബസ് സ്റ്റോപ്പ് അടുത്താണെന്നാ പറഞ്ഞേ. ആടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരോ? കൂട്ടത്തിലുള്ള ഒരാൾ ദൂരേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. അതാ ആ കാണുന്ന ഓടിട്ട ചെറിയ വീട് കണ്ട, അതാണ് പട്ടാളത്തിന്റെ വീട്. പക്ഷേ അയാൾ അവിടെ ഇല്ലല്ലോ. അയാൾ ആ വീടും വിറ്റ് എങ്ങോട്ടോ പോയി. നരേന്ദ്രന്റെ ഉള്ളൊന്നു കാളി. ഇനിയിപ്പോ എന്താ ചെയ്യാ? നരേന്ദ്രൻ പറഞ്ഞു. കൂട്ടത്തിലുള്ള മറ്റൊരാൾ പറഞ്ഞു, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഇരുട്ടുന്നതിന്റെ മുന്നേ വേഗം കവല പിടിക്കാൻ നോക്ക്. തിരിച്ചു പോകാൻ ബസ്സില്ലാത്തതാ. ദൈവമേ, ചതിച്ചോ? നരേന്ദ്രന്റെ ഉള്ളിൽ നിന്നും നിലവിളി പോലെയുള്ള ശബ്ദം പുറത്തേക്ക് വന്നു. കവലയിൽ എത്തിക്കഴിഞ്ഞാ നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേന്ന് വെച്ചാ ബസ് കിട്ടും. സമയം കളയാണ്ട് വിട്ടോ. നരേന്ദ്രൻ അവരെയൊക്കെ ദയനീയമായൊന്നു നോക്കി. തിരിച്ചു നടക്കുക തന്നെ. നരേന്ദ്രൻ തിരിച്ചു നടത്തം തുടങ്ങി. അത്ര വീതിയൊന്നുമില്ലാത്ത ചെമ്മൺ റോഡ്. ദൂരെയായി അങ്ങിങ്ങോടിട്ട ചെറിയ വീടുകൾ കാണാം. മരങ്ങളും പുൽപടർപ്പുകളും ഒക്കെ ധാരാളമുണ്ട്. ഗ്രാമത്തിന്റെ എല്ലാ സൗന്ദര്യവുമുണ്ട്. പക്ഷേ അതൊക്കെ ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല നരേന്ദ്രൻ. ഒരല്പം ധൃതിയിൽ നരേന്ദ്രൻ നടക്കാൻ തുടങ്ങി. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കാർമേഘങ്ങളും ഉണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് നരേന്ദ്രന് തോന്നി. മഴ പെയ്താൽ റോഡരികിൽ ഒരു കെട്ടിടം പോലും ഇല്ല കയറി നിൽക്കാൻ. നരേന്ദ്രൻ നടത്തത്തിന് വേഗത കൂട്ടി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും മുൻപിൽ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. അയാളല്ലാതെ അത്ര നേരമായിട്ടും മറ്റാരും തന്നെ റോഡിൽ കൂടി പോകുകയോ വരികയോ ചെയ്യുന്നത് നരേന്ദ്രൻ കണ്ടിട്ടില്ല. നരേന്ദ്രൻ മുൻപിലായി നടക്കുന്ന ആളുടെ അരികിലെത്തി. അയാളെ നരേന്ദ്രൻ ഒന്ന് നോക്കി. മുഖത്ത് നരച്ച കുറ്റിരോമങ്ങൾ, കണ്ണും ചുവന്നിരിക്കുന്നു. മെലിഞ്ഞ ശരീരം, മീനിന്റെയും കള്ളിന്റെയും കുഴഞ്ഞു മറിഞ്ഞൊരു നാറ്റം അയാൾക്കുണ്ടായിരുന്നു. അയാൾ ഒരു മീൻ പിടുത്തക്കാരനോ മീൻ വിൽപ്പനക്കാരനോ ആയിരിക്കാമെന്ന് നരേന്ദ്രന് തോന്നി. അയാളെ അവഗണിച്ച് നരേന്ദ്രൻ റോഡിന്റെ ഓരം ചേർന്ന് മുന്നോട്ട് നടന്നു. അയാൾ ധൃതിയിൽ നടന്നു വന്ന് നരേന്ദ്രന്റെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞു, അല്ല സാർ, അങ്ങനെ അങ്ങ് പോയാലോ? ഈ വഴിക്ക് വന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് പോയാ മതി. മുന്നിലായി നിന്ന് അയാളെ നരേന്ദ്രൻ കൈകൊണ്ട് ചെറുതായൊന്ന് തള്ളി മാറ്റി മുന്നോട്ട് നടന്നു. നരേന്ദ്രന് ഉള്ളിലൊരു പേടി തോന്നി തുടങ്ങിയിരുന്നു. പുറകിലായ അയാൾ പെട്ടെന്ന് വന്ന് നരേന്ദ്രനെ പിടിക്കാൻ ശ്രമിച്ചു. നരേന്ദ്രൻ അത് പ്രതീക്ഷിച്ചിരുന്നു. അടുത്തെത്തിയ അയാളിൽ നിന്നും നരേന്ദ്രൻ ഒഴിഞ്ഞു മാറി. അയാൾ റോഡിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഇറക്കത്തിലേക്ക് തെന്നി വീണു. അയാളുടെ തല ചെന്ന് ഒരു കല്ലിൽ തട്ടിയാണ് വീണത്. പിന്നീട് അയാൾക്ക് ഒരനക്കവുമില്ലായിരുന്നു. നരേന്ദ്രൻ പേടിയോടെ അയാളുടെ അരികിൽ ചെന്ന് അയാളെ കുലുക്കി വിളിച്ചു. എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് ചുറ്റുപാടുമൊന്നു നോക്കി. ആരുമില്ല. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. താനല്ലല്ലോ ഇയാളെ തള്ളിയിട്ടെന്ന ആശ്വാസത്തിൽ റോഡിലേക്ക് കയറി തിരക്കിട്ട് മുൻപോട്ട് നടന്നു. കാർമേഘങ്ങൾക്ക് കനം കൂടി വന്നു. കാറ്റ് ശക്തിയായി വീശി തുടങ്ങി. മഴ ചാറാനും തുടങ്ങി. ഏതു നേരത്താണ് എനിക്ക് വരാൻ തോന്നിയത്? നരേന്ദ്രൻ മനസ്സിൽ ശപിച്ചു. പെട്ടെന്നായിരുന്നു പുറകിൽ നിന്നൊരു വിളി. സാറേ! നരേന്ദ്രൻ ഞെട്ടിത്തിരിഞ്ഞൊന്ന് നോക്കി. ഇരുട്ടായത് കൊണ്ട് ആളെ ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല. അയാൾ ചാറ്റൽ നനയാതിരിക്കാനായി വലിയൊരു ചേമ്പില തലയുടെ മുകളിലായി പിടിച്ചിരുന്നു. മെലിഞ്ഞ ശരീരമുള്ള ഒരാൾ. നരേന്ദ്രന് ഭയം കൂടി. പേടിക്കണ്ട സാറേ, ഞാനും കവലയിലേക്കാ. നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും നടക്കാം. കവല എത്താറായി. കുറച്ചു ദൂരം കൂടി നടന്നാ മതി. സാറ് മുന്നിൽ നടന്നു. അല്ല, സാർ എന്തിനാ കൂരാച്ചുണ്ട് വന്നത്? അയാൾ തന്റെ തൊട്ടരികിലല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരുന്നു നരേന്ദ്രൻ നടക്കുന്നത്.
അയാൾ വീണ്ടും പറഞ്ഞു, സാർ ഇവിടം പുതിയതാന്ന് അറിയുന്നോണ്ടാ ചോദിക്കുക. അയാൾ എന്തായാലും വിടില്ല നരേന്ദ്രൻ എന്ന് മനസ്സിലായി. നരേന്ദ്രൻ പറഞ്ഞു, കൂരാച്ചുണ്ടുള്ള പട്ടാളം ബാലൻ എന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിരുന്നു. അയാളെ കണ്ട് ആ പൈസ തിരിച്ചു വാങ്ങാൻ വന്നതാ. അയാൾ നരേന്ദ്രൻ പറഞ്ഞത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അയാളൊരു തട്ടിപ്പുകാരനാ സാറേ. കൂരാച്ചുണ്ടിലുള്ള എല്ലാവരുടെയും അയാൾ പൈസ വാങ്ങി കടം വാങ്ങി. അയാള് കൂരാച്ചുണ്ടെന്ന് മുങ്ങി. എന്റെ അച്ഛൻ ആസ്പത്രിയിൽ കിടക്കാം, എന്തെല്ലോ ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ട്. കുറച്ച് പൈസയുടെ കുറവുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പറയുന്നതിനിടയിലും നരേന്ദ്രൻ നടത്തത്തിന്റെ വേഗത കുറച്ചിരുന്നില്ല. മുഖത്ത് വീഴുന്ന മഴത്തുള്ളികൾ നരേന്ദ്രൻ കൈകൊണ്ട് തുടച്ചു മാറ്റി. ഷർട്ടൊക്കെ കുറച്ച് നനഞ്ഞിരുന്നു. മഴ ഏത് നിമിഷവും ശക്തിയായി പെയ്തേക്കാം. റോഡിലാണെങ്കിൽ എവിടെയും വെളിച്ചമില്ല. രണ്ടുപേരും നടന്ന് കവലയിൽ എത്താറായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു, നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ? നരേന്ദ്രൻ അയാളോട് ചോദിച്ചു. നിങ്ങൾ ഒറ്റക്കല്ലേ, രാത്രിയിൽ ഒറ്റക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കൂലോ എന്ന് വിചാരിച്ച് നിങ്ങളെ കവലയിൽ കൊണ്ടാക്കാൻ വന്നതാ. അയാൾ പറഞ്ഞത് നരേന്ദ്രന് വിശ്വസിക്കാനായില്ല. ഇക്കാലത്തും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോ എന്ന് നരേന്ദ്രൻ ചിന്തിച്ചു. നടന്നവർ കവലയിലെത്തി. ഇനിയിപ്പോ നിങ്ങൾക്ക് പോകാനായി ബസ് ഇപ്പോ വരും. അയാൾ നരേന്ദ്രന്റെ അടുത്തേക്ക് നടന്നു വന്നു. അയാളുടെ തലയുടെ മുകളിൽ പിടിച്ച ചേമ്പിലയിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം നരേന്ദ്രന് വ്യക്തമായി കേൾക്കാം. അയാൾ കുറച്ചുകൂടി നരേന്ദ്രന്റെ അടുത്തെത്തി. അയാൾക്ക് മീനിന്റെയും കള്ളിന്റെയും കുഴഞ്ഞു മറിഞ്ഞൊരു നാറ്റമുണ്ടെന്ന് നരേന്ദ്രന് തോന്നി. തകർത്ത് പെയ്യാൻ ഒരുങ്ങുന്ന മഴയുടെ മുന്നറിയിപ്പെന്നോണം ഇടിയുടെ ശബ്ദത്തോടെ ഒരു മിന്നൽ പിണർ അവരുടെ തലയുടെ മുകളിലൂടെ പാഞ്ഞു. മിന്നലിന്റെ വെളിച്ചത്തിൽ നരേന്ദ്രൻ അയാളെ വ്യക്തമായി കണ്ടു. മുഖത്ത് നിറച്ച കുറ്റിത്താടിയും ചുവന്ന കണ്ണുകളുമായിരുന്നു അയാൾക്ക്. നരേന്ദ്രൻ അയാളെ തുറിച്ചു നോക്കി. ബസ് സ്റ്റോപ്പിൽ ബസ് വന്നു നിന്ന് ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു. നരേന്ദ്രൻ ഹോണടി ശബ്ദം കേട്ടു. ബസ്സിലേക്ക് കയറുന്നതിന് വേണ്ടി ബസിന്റെ അടുത്തേക്ക് ചെന്ന് തന്റെ കൂടെ വന്നയാളെ നരേന്ദ്രൻ തിരിഞ്ഞൊന്നു നോക്കി. അയാൾ അവിടെ ഇല്ലായിരുന്നു. നന്ദി.